മക്കളെ, എത്ര പേര് ദിവസവും പത്രം വായിക്കാറുണ്ട്? അങ്ങനെ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങനെ വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസാണിത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്ലാസ്സിൽ ദിവസവും പത്രം വായിക്കണം. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ മാതൃഭാഷാ പഠനവും ആശയവിനിമയ ശേഷിയും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ലാസ്സുകളിൽ പത്രവായന നിർബന്ധമാക്കി. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിന് പുറമെ കമ്പ്യൂട്ടറിൽ മലയാളം എഴുത്തടക്കമുള്ള മലയാളം കമ്പ്യൂട്ടിംഗ് കൂടി ഇനി നിങ്ങളെ പരിശീലിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക? LP ക്ലാസ്സിലും UP ക്ലാസ്സിലും പ്രതിദിനം ക്ലാസ്സുകളിൽ ഗ്രൂപ്പായി പത്രവായന നടത്തുക. അപ്പോൾ നിങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഡെയിലി എന്താണ് ന്യൂസ് പേപ്പർ വായിക്കാനുള്ള അവസരം ഒരുക്കും. അതിലൂടെ ആ വായിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും ഗ്രൂപ്പുകളിൽ തന്നെ ചർച്ച ചെയ്യാനും നിങ്ങളുടെ ആശയങ്ങളൊക്കെ ബാക്കിയുള്ളവരോട് പറയാനൊക്കെ ഉള്ള അവസരം ഉണ്ടാകും. പിന്നെ ലൈബ്രറിയിൽ നിന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താണ് ആഴ്ച പതിപ്പുകളും മാസികകളൊക്കെ വായിക്കാനുള്ള അവസരം ഒരുക്കും. എല്ലാ ആഴ്ചയിലും ഓരോ പുസ്തകം വെച്ച് വായിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമൊക്കെ ഇനി മുതൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പുസ്തകമൊക്കെ വായിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങൾ വായിച്ചത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായത്, നിങ്ങളുടെ ആശയങ്ങളൊക്കെ, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള അവസരവും ഗ്രൂപ്പുകളിൽ ചർച്ച നടത്താനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇനി മുതൽ നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനായിരിക്കും? അപ്പോൾ നിങ്ങളുടെ വായന, എഴുത്ത്, ആലാപനം, സർഗരചന തുടങ്ങിയ കഴിവുകളെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ, ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുതിയ മാർഗ്ഗരേഖ നമ്മുടെ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ഈ ഒരു കഴിവ്, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കഴിവുകളൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭാവന, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ കൂടി ഡെവലപ്പ് ആവുകയാണ്, രൂപം കൊള്ളുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഭാവനയിൽ നിന്ന് എടുത്തെഴുതാനും നല്ല രീതിയിൽ ഭാഷ പ്രയോഗിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കളെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ പത്രം വായിക്കുന്നതിലൂടെ നിങ്ങളുടെ വായന മാത്രമല്ല ഡെവലപ്പ് ആവുന്നത്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ബോധവാന്മാരാകണം. അതിന് നമ്മൾ പത്രം വായിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ള ഒരു കാര്യം അതൊരു ശീലമാക്കി മാറ്റുക. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഈ ഒരു വർഷം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ മാതൃഭാഷയിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും ഹിന്ദി, ഈ ഭാഷകളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ അതിലെല്ലാം ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇനി മുതൽ സ്കൂളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു കഴിവുകൾ വർദ്ധിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ വായിക്കുക, നിങ്ങളുടെ ആശയങ്ങളൊക്കെ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുക, കുറിപ്പൊക്കെ തയ്യാറാക്കുക. അപ്പോൾ പുസ്തകം വായന, പത്രവായന തുടങ്ങിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ശീലമാക്കി മാറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക മക്കളെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും ഗ്രൂപ്പുകളിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.